അസിത ഒരുപാട് ഒരുപക്ഷെ ഒരു അത്യാവശ്യം കൂടുതൽ രാഷ്ട്രീയ വിവേകത്തോടെ ചർച്ചയെ നയിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു നമ്മളൊരു ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് നിൽക്കുമ്പോൾ അസിതയുടെ മനസ്സിൽ എന്തെങ്കിലും നിറയുന്നുണ്ടോ? ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ 24ന്റെ തുടക്കം മുതൽ തന്നെ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകളെ 24 സമീപിച്ചൊരു രീതിയുണ്ട്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് തന്നെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ 24ന്റെ ഭാഗമായി കൂടി നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യം കൂടിയാണ്. പിന്നീട് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ തീർത്തും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രവചിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ തവണ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുമ്പോൾ അത്തവണയുണ്ടായിരുന്ന ചില സവിശേഷമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ജനങ്ങളോടൊപ്പം നിന്ന ഒരു സർക്കാർ എന്നൊരു പ്രതീതി അന്ന് കേരളത്തെ നയിച്ചിരുന്ന LDF സർക്കാരിനുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു തുടർച്ച ഏറെക്കുറെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നിലവിൽ സാഹചര്യങ്ങളൊക്കെയും വ്യത്യസ്തമാണ്. സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ കാണുന്ന വലിയ പൊട്ടിത്തെറികൾ ഇവിടെ ഏറ്റവും ആദ്യം ഉണ്ടായത് CPIM-ലാണ്, LDF-ലാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനം അവിടെ നിന്ന് കലഹിച്ചിറങ്ങിയ നേതാക്കളുടെ നിരയാണ്. അതിൽ G. സുധാകരൻ മുതലുള്ള നേതാക്കൾ ഉണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ CPIM-നെ കെട്ടിപ്പടുക്കാനായി ഇറങ്ങിത്തിരിച്ച നേതാക്കൾ മുതൽ കലഹിച്ചു പുറത്താണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. കോൺഗ്രസിലും സമാനമായ നിലയിൽ കാര്യങ്ങൾ ഭദ്രമല്ല. ഇപ്പോൾ K. സുധാകരനൊക്കെ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള കച്ചകെട്ടി ഇറങ്ങുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയായിരുന്നു, 7 MLA-മാർക്ക് തുല്യമാണ് ഒരു NP, അതുകൊണ്ട് ഞാൻ നിയമസഭയിൽ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സുധാകരനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വന്ന ഒരു മണ്ഡലത്തിലെ MLA ആകുക എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് ഉറപ്പാണ്. സ്വാഭാവികമായും കോൺഗ്രസ് UDF ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ UDF അധികാരത്തിൽ എത്തിയാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ മുന്നണിക്ക് കേരളത്തിന്റെ അധികാരം പിടിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായും ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ വീണ്ടും അവിടെ മറ്റൊരു തരത്തിൽ രൂപപ്പെടും. അതിന്റെ ഏറ്റവും ആദ്യത്തെ സൂചനകളാണ് സുധാകരനിൽ നിന്നും കാണുന്നത് എന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും തീർത്തും അനിർവചനീയമായ കണക്കുകൂട്ടൽക്ക് അപ്പുറമുള്ള ഒരു സാഹചര്യമാണ്. കാത്തിരുന്നതിനെ കാണാമെന്ന് തോന്നുന്ന ഒരു നിലയാണ്. എന്തായാലും താങ്ക് യു അസിത സഗീർ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ നമ്മുടെ രാഷ്ട്രീയ വിശകലനങ്ങളിലും രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ പൊതുജനം കഴുതയില തുടങ്ങിയ പരിപാടികളിലൂടെയും ആളുകൾക്ക് ഏറ്റവും പ്രിയങ്കരമായി പെട്ടെന്ന് തന്നെ മാറിയ ഒരാളാണ് ദിലീപ് കുമാർ, പെരുമൺ സ്വദേശി. അപ്പം ഞാൻ ദിലീപിനെ കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു, പെരുമൺ ദുരന്തത്തെ ഓർമ്മിപ്പിക്കരുത് എന്ന് ഞാൻ പറയും. പക്ഷേ ദിലീപ് കുമാർ ഒരു അവതാരകൻ എന്നുള്ളതിൽ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഈ ഗ്രാൻഡ് ഡിബേറ്റ് നയിക്കുന്നവരിൽ ഒരു പ്രധാനി ദിലീപ് കുമാർ ആയിരിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ ഞാൻ ദിലീപിനോട് സ്വകാര്യമായി പറഞ്ഞൊരു ഫലിതം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ 24 ഒരുപാട് അവതാരകരുണ്ട്, നിങ്ങൾക്കറിയാം. ഈ അവതാരകർക്കിടയിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ സംസാരിച്ചു പോകുന്ന ഒറ്റ അവതാരകനേ ഉള്ളൂ. എല്ലാ അക്ഷരവും ക്യാപിറ്റൽ ലെറ്ററാണ്. എന്താ ദിലീപ് കുമാർ അതിന്റെ രഹസ്യം? അല്ല, അത് 24ന്റെ ഒരു ശൈലി ഉണ്ടല്ലോ, വാർത്തകൾ വളരെ വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അതതിന്റെ ശക്തിയിൽ ആ വാർത്തയുടെ സത്യമാണ്. ദിലീപ് കുമാറിന്റെ വാക്കുകളിൽ എപ്പോഴും നല്ല കരുത്ത് പ്രകടമാണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം ഓർമ്മ വരുമ്പോഴും ഈ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിൽ ദിലീപിന് എന്തെന്നില്ലാത്തൊരു വൈദഗ്ധ്യം ഉള്ളതുകൊണ്ട് കണക്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായിരിക്കും. ദിലീപ് കുമാർ ഒരുപക്ഷെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് 24നെ കാണുന്നത്. ആ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു പക്ഷത്തും ചേരാതെ എന്നാൽ ജനങ്ങളിൽ സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് വാർത്തകൾ അറിയിക്കാനുള്ള നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടതാണ് ഈ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് ഈ മണിയുടെ ഈ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ദിലീപ് കുമാർ. SKN, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ 24നെ സംബന്ധിച്ച് നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ, നമ്മളുടെ തുടക്കത്തിൽ SKN പറഞ്ഞതുപോലെ തന്നെ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ്, അതായത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളികൾ ഓടിയെത്തുന്നത് 24ലേക്കാണ്. അത് ഇലക്ഷൻ വാർത്തകളാകട്ടെ, ഇലക്ഷൻ്റെ റിസൾട്ടിലൊക്കെ ലക്ഷക്കണക്കിന് 5.5 ലക്ഷത്തോളം ആളുകൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടത് 24ലാണ്. അങ്ങനെ ആ നിലയിൽ യൂട്യൂബിൽ അപ്പോൾ ആ നിലയിൽ ഈ 24ന്റെ തെരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് മറ്റു വാർത്തകളെപ്പോലെ തന്നെ കൂടുതൽ പ്രസക്തിയുണ്ട്. അത് നിഷ്പക്ഷമാണ് എന്ന കാര്യം ജനങ്ങൾക്കറിയാം. വസ്തുതകൾ ഏറ്റവും ആദ്യം അറിയിക്കുന്നു എന്ന കാര്യം അറിയാം. ഏതായാലും SKN, ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ്. അതായത് പാർട്ടികളിലെയും മുന്നണികളിലെയും ഒക്കെ വിസ്ഫോടനങ്ങൾ അതിപ്പോഴും തുടരുകയാണ്. നമ്മുടെ ബ്രേക്കിംഗ് ഗ്രൂപ്പിൽ ഇപ്പോഴും റിപ്പോർട്ടർമാർ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ഇങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
ഓരോ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആ പ്രദേശത്തുള്ള പാർട്ടി പ്രവർത്തകർക്കുള്ള എതിർപ്പ്, അവിടെയുള്ള ചില നേതാക്കൾക്കുള്ള എതിർപ്പ്, ചിലർ അവരുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ CPIM-ൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ വലിയ പൊട്ടിത്തെറിയാണ്. വലിയ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MB രാഘവനോ KR ഗൗരിയമ്മയോ ഒക്കെ ഒരു പാർട്ടി ഉണ്ടാക്കി പോയതുപോലെയുള്ള ഒരു പൊട്ടിത്തെറിയല്ല. പക്ഷേ ഈ പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കൾ പാർട്ടി കോട്ടകളിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ്. അവർ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പലരും മാറുന്നു. അത് സുധാകരൻ, മുൻ മന്ത്രി സുധാകരൻ, ഒരു മുതിർന്ന നേതാവ്. CPIM-നെ സംബന്ധിച്ച് അദ്ദേഹം പോകും, പാർട്ടി മാറുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു മുതിർന്ന നേതാവാണ് സുധാകരൻ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഭുവനേശ്വരൻ രക്തസാക്ഷിയായിരുന്നു. അത്തരം ഒരു പാരമ്പര്യമുള്ള ആ സുധാകരൻ അദ്ദേഹം തന്നെ ഇപ്പോൾ CPIM വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. CPIM-ന്റെ വലിയ കോട്ടയായ തളിപ്പറമ്പിൽ തന്നെ അവിടെ നിന്ന് TK ഗോവിന്ദൻ വിമതസ്വരം ഉയർത്തുന്നു. അങ്ങനെ നിരവധി നേതാക്കൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ CPIM-ന് വലിയ വെല്ലുവിളി പ്രാദേശികമായി ഉയർത്തുന്നുണ്ട്. അതിനെ അവഗണിക്കാൻ CPIM-ന്റെ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വെല്ലുവിളി ഇത് നേരത്തെ CPIM-ൽ ഈ നിലയിൽ വന്നിട്ടില്ല. ഇപ്പോൾ MB രാഘവൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, CMB എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി പോവുകയാണ് ചെയ്തത്. അന്ന് ചില MLA-മാർ അദ്ദേഹത്തിനൊപ്പം പോവുകയും ഒക്കെ ചെയ്തിരുന്നു. വാസുദേവ മേനോൻ, CK ചക്രപാണി തുടങ്ങിയ ചില MLA-മാരൊക്കെ അന്ന് MB രാഘവനൊപ്പം പോയിരുന്നു. KR ഗൗരിയമ്മ JSS രൂപീകരിച്ച സമയത്തും സമാനമായൊരു പ്രതിസന്ധി CPIM നേരിട്ടതാണ്. പക്ഷേ ഇത് പ്രാദേശിക തലത്തിലുള്ള ചില മുതിർന്ന നേതാക്കൾ, സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന നേതാക്കൾ, ഇവരൊക്കെ വെല്ലുവിളിക്കുന്നു. അവർക്ക് പിന്തുണയുമായി UDF-ഉം കോൺഗ്രസും ഒക്കെ എത്തുന്നു എന്ന ഒരു സവിശേഷത കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.